അക്രൂരോപിച്ച താം രാത്രിയും. അക്രൂരർക്ക് ബൃന്ദാവനത്തിൽ പോയി ഭഗവാനെ കാണണം. ബൃന്ദാവനത്തിൽ കണ്ടാൽ എന്താണ് ചോദിച്ചാൽ അവിടെ പൂർണ്ണബ്രഹ്മമായിട്ട് ഭഗവാൻ വർത്തിക്കുന്നത്. ബാക്കി സ്ഥലത്തിലൊക്കെ പൂർണ്ണബ്രഹ്മം തന്നെയാണ്. പക്ഷേ അവിടെ ഇരിക്കുന്നവർക്ക് പൂർണ്ണമായ മനസ്സ്, അതുകൊണ്ട് ഭഗവാൻ പൂർണ്ണമായ അനുഗ്രഹം തരുന്നു. ബാക്കി ക്ഷേത്രത്തിൽ ഉള്ളവർക്ക് അത്ര പൂർണ്ണ മനസ്സ് ഇല്ലെന്ന് പറയേണ്ടി വരും. ദ്വാരകയിലും അതേപോലെ മധുരയിലും ഭക്തന്മാർക്ക് വിസ്താരമായ മനസ്സില്ല. കിണറ്റിൽ വെള്ളം കൂടുതലുണ്ടെങ്കിലും കിണറ്റേക്കാൾ കുളത്തിൽ കൂടുതൽ വെള്ളമുണ്ട്, അതേക്കാൾ കൂടുതലും സമുദ്രത്തിലുണ്ട്. സമുദ്രത്തിൽ വെള്ളം കൂടുതലുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലേ. നമ്മൾ കൊണ്ടുപോകുന്ന പാത്രം എത്രയാണോ അത്രയേ കിട്ടുള്ളൂ വെള്ളം. അതുപോലെയാണ് നമ്മുടെ ഭക്തി എങ്ങനെയാണോ അതുപോലെ കിട്ടുള്ളൂ. ബൃന്ദാവനത്തിലിരിക്കുന്നവർക്ക് പൂർണ്ണ ഭക്തി ഉള്ളത് കൊണ്ടാണ് അവിടെ പൂർണ്ണബ്രഹ്മമായി അനുഗ്രഹിക്കുന്നു ഭഗവാൻ. പൂർണ്ണം ബ്രഹ്മ സനാതനം. അതുകൊണ്ട് ബൃന്ദാവനത്തിൽ പോയി ഭഗവാനെ കാണണം ആഗ്രഹിച്ച് അക്രൂരൻ പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ അദ്ദേഹത്തിന് തോന്നി, ഗുരുകൃപ ഉള്ളവർക്കേ ഭഗവാന്റെ ദർശനം കിട്ടുള്ളൂ. തൻ്റെ ഗുരു ആറിന് ആലോചിച്ച അദ്ദേഹം തൻ്റെ ഗുരുനാഥനായി കംസനെ സങ്കല്പിച്ചു. കംസോപദാത്യാകൃതനേത്യനുഗ്രഹം. കംസനെ തന്നെ ഗുരുനാഥനായി സങ്കല്പിച്ചു. ഇതാ കാരണം ബൃന്ദാവനം പോകും പറഞ്ഞില്ലേ, അവരാണ് ശരിക്കും ഗുരുനാഥൻ. അങ്ങനെ കംസനെ മനസ്സിൽ കൊണ്ട് സങ്കല്പിച്ചു. പിന്നെ പോകുന്ന വഴിയിൽ മാനുകൾ പ്രദക്ഷിണം വച്ച് പോകുന്നു. അപ്പോൾ അദ്ദേഹത്തിന് നല്ല ശകുനം കിട്ടി. പ്രദക്ഷിണം മേ പ്രചരന്തി വൈ മൃഗാഹ. വൃന്ദാവനത്തിൽ ഭഗവാൻ അപ്പോൾ നടന്നുപോയ ആ കാൽപ്പാടുകളൊക്കെ കണ്ടു. അത് കണ്ടപ്പോൾ രഥത്തിൽ നിന്നും അദ്ദേഹം ഇറങ്ങി പറയാൻ പറ്റില്ലേ, രഥത്തിൽ നിന്നും ചാടി. രഥാദവസ്കന്ധ്യ സതേഷ്വചേഷ്ടത് പ്രഭൂരമൂണി അംഘ്രിരജാം സ്യഹോ ഇതി. ചിലപ്പോൾ നമ്മൾ ബസ്സിലും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കാണാം, ചില കുട്ടികളും ചെയ്യും, ഈ ട്രെയിന് ബസ് നിൽക്കും മുമ്പ് തന്നെ അത് ഓടിക്കൊണ്ടിരുന്ന പെട്ടെന്ന് ചാടിയാക്കി പോകും. അത്രയും ധൃതിയിൽ ചില ആളുകൾ ഓടാറുണ്ട്. അതുപോലെയാണ് ഇവിടെ അക്രൂരൻ വണ്ടി നിർത്തി പിന്നെ ഇറങ്ങി ഭഗവാന്റെ കാൽപ്പാട് നോക്കണം. അവിടെ ക്ഷമയില്ല. വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അദ്ദേഹം ചാടി ഇറങ്ങി ആ ഭഗവാന്റെ പാദധൂളിയിൽ ശയനപ്രദർശനം വച്ചു. ആദ്യമായി ശയനപ്രദർശനം ഇദ്ദേഹം ചെയ്തു വിചാരിക്കാം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ ഭഗവാന്റെ പാദധൂളിയായി. ഇവിടെ പറയുന്നു ശുകാചാര്യൻ, ദേഹം ഭൃതാം ഇയാനർത്ഥ. ശരീരം എടുത്തതിൻ്റെ ഫലം ഇദ്ദേഹത്തിന് കിട്ടി. ശരീരം എടുത്തതിൻ്റെ ഫലം എന്താണ്? മഹാത്മാക്കളുടെ ഭഗവാന്റെയും പാദധൂളി കൊണ്ട് അഭിഷേകം ചെയ്യണം. ഇവിടെ പറയുന്നു, ഘ്രാണഞ്ച തത്പാദ സരോജസോഭേ ശ്രീമത് തുളസ്യ ശിരോ ഹൃഷീകേശ പദാഭിവന്ദനെ. അംഗത്തിൻ്റെ പ്രയോജനം ഭക്തന്മാരുടെ ആലിംഗനവും അവരുടെ പാദതീർത്ഥവും നമ്മുടെ ശരീരത്തിൽ അഭിഷേകം ചെയ്യണം എന്നാണ് ഭാഗവതത്തിൽ പറയുന്നു പരീക്ഷിത്ത് മഹാരാജാവ്. അതേപോലെ ഇദ്ദേഹം ഭഗവാന്റെ പാദൂലിൽ ശയനപ്രദർശനം ചെയ്തു. പിന്നെ വീണ്ടും വണ്ടിയിൽ കയറി ഗോകുലത്തിലെത്തി. അപ്പോൾ ഭഗവാൻ പശുവിൻ്റെ അടുത്ത് നിൽക്കുന്നു. പാൽ കുടിക്കാൻ വേണ്ടി കയ്യിൽ ഒരു ചെറിയ ഗ്ലാസും വെച്ച് അമ്മ പാൽ കറന്നുകൊണ്ടിരിക്കുന്നു. തൊട്ടടുത്ത് ബലറാമേട്ടൻ നിൽക്കുന്നുണ്ട്. രണ്ടുപേരെയും കണ്ടപ്പോൾ രഥാത്തൂർണമവപ്ലുത്യേ സോക്രൂരസ്നേഹവിഹ്വലക പപാത ചരണോപാന്തേ ദണ്ഡവത് രാമകൃഷ്ണയോഗോ. ആ ഭഗവാന്റെ പാദധൂളിൽ വീണ് നമസ്കരിച്ചു. പിന്നെ അക്രൂരനെ ചോദിച്ചു, ചെറിയച്ഛ വിളിച്ചു ഭഗവാൻ. അക്രൂരൻ ഭഗവാന്റെ ചെറിയച്ഛനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സന്തോഷം, ഈ ലോകത്തിൻ്റെ അച്ഛനായ ഭഗവാനക്ക് ഞാനൊരു ചെറിയച്ഛനായി ജനിച്ചില്ലേ, വലിയ ഭാഗ്യം വിചാരിച്ചു. അതേപോലെ ബലരാമൻ കൈ പിടിച്ച് ഉള്ളിൽ കൊണ്ടുപോയി അദ്ദേഹത്തിന് ഭക്ഷണമൊക്കെ കൊടുത്തു. ഭക്ഷണം കൊടുത്ത ശേഷം മുഖവാസ് അങ്ങനെ ഉത്തരഭാരതത്തിലേക്ക് കൊടുക്കുന്നുണ്ട്, താമ്പൂലം കൊടുക്കണം. അങ്ങനെ താമ്പൂലമൊക്കെ കൊടുത്ത് ഒരു വശം അക്രൂരൻ്റെ ഒരു വശത്തിൽ ബലരാമനും അടുത്ത വശത്ത് കൃഷ്ണനും ഒപ്പം കിടന്നുറങ്ങി പറയാൻ പറ്റില്ല, കിടന്ന് അദ്ദേഹത്തിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അദ്ദേഹം ആലോചിച്ചു, എനിക്ക് എത്ര വലിയ ഭാഗ്യം, ഈ
ഗോപികമാരൊക്കെ ഉള്ളപ്പോൾ അവരൊക്കെ ഉപേക്ഷിച്ച് ഭഗവാൻ എൻ്റെ ഒപ്പം ഇരിക്കുന്നുണ്ടല്ലോ എന്ന് അദ്ദേഹത്തിന് സന്തോഷം. ഭഗവാൻ ചോദിച്ചു, എങ്ങനെ ഇവിടെ വന്നു? കംസൻ പറഞ്ഞു വിട്ട് വന്നോ, ഇല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന അശ്രമാർ പറഞ്ഞു വിട്ട് വന്നോ, എങ്ങനെ വന്നു ചോദിച്ചപ്പോഴാണ് അക്രൂരൻ പറഞ്ഞു, കൃഷ്ണ, നീ സങ്കല്പം ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തി. കാരണം ഭഗവാന്റെ ക്ഷേത്രത്തിലും അതേപോലെ മഹാത്മാക്കളടുത്തും ചെല്ലണമെങ്കിൽ അവർ സങ്കല്പിച്ചാലേ ചെല്ലാൻ പറ്റുള്ളൂ. ഞാൻ ചിലപ്പോൾ എൻ്റെ ഗുരുനാഥനെ കാണാൻ പോകും. അപ്പോൾ ഗുരുനാഥൻ പറയും, ഞാൻ നിന്നോട് ഒരു കാര്യം പറയാൻ വിചാരിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി, അദ്ദേഹം വിചാരിച്ചത് കൊണ്ടാണ് എനിക്ക് അങ്ങോട്ട് ഗുരുനാഥനെ കാണാൻ അവിടെ ചെല്ലാൻ തോന്നി. അദ്ദേഹം പിന്നെ പറയും, ഞാൻ ഒരു സ്ഥലത്തിലേക്ക് പോകണം, പക്ഷേ മാഹാത്മ്യത്തിന് എത്താൻ പറ്റില്ലേ, നീ പോയി മാഹാത്മ്യം തുടങ്ങണം, പിന്നെ ഞാൻ വരാം. ഇങ്ങനെ പറയും. അങ്ങനെ മഹാത്മാക്കൾ വിചാരിച്ചാലേ അവരുടെ അടുത്ത് എത്താൻ പറ്റുള്ളൂ. അതേപോലെയാണ് ഭഗവാന്റെ അടുത്ത് എത്തണമെങ്കിൽ ഭഗവാൻ സങ്കല്പിച്ചാലേ എത്താൻ പറ്റുള്ളൂ. കൃഷ്ണ, നിൻ്റെ സങ്കല്പം കൊണ്ട് ഞാൻ ഇവിടെ എത്തി. നിൻ്റെ അമ്മ അവിടെ കാത്തിരിക്കുന്നുണ്ട്. ദേവകി അമ്മ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കൃഷ്ണന് ജനിപ്പിക്കാനുള്ള ഭാഗ്യം മാത്രമേ ദേവയ്ക്ക് കിട്ടുള്ളൂ, വളർത്താനുള്ള ഭാഗ്യമില്ല. കാരണം യശോദയും നന്ദഗോപനും പൂർവജന്മത്തിൽ അവർ ദ്രോണൻ എന്ന പേരുള്ള വസുവായും ധര എന്ന അവരുടെ ഭാര്യയായിരുന്നു. രണ്ടുപേരും ബ്രഹ്മാവിനെക്കുറിച്ച് തപസ് ചെയ്തു. അപ്പോൾ ബ്രഹ്മാവ് ചോദിച്ചു, എന്താണ് വരം വേണം? ഭഗവാൻ ഞങ്ങളുടെ മകനായി ജനിക്കണം. ബ്രഹ്മാവ് പറഞ്ഞു, അത് പറ്റില്ല, അത് ബുക്കിംഗ് ആയി പോയി. ആദ്യം ആ വരം ബുക്ക് ചെയ്ത് കഴിഞ്ഞു. വസുദേവരും ദേവകിയും ഭഗവാൻ ഞങ്ങളുടെ മകനായി ജനിക്കണം. അപ്പോൾ ഇവർ മിടുക്കറാണ്, ഈ ദ്രോണനും ധരിയും. അവർ ജനിക്കണം മാത്രമല്ലേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അവിടെ ജനിച്ച ഭഗവാൻ ഞങ്ങളുടെ അടുത്ത് വളരണമെന്ന് അനുഗ്രഹിച്ചാൽ മതി. അപ്പോൾ ബ്രഹ്മാവ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് വളരും ഭഗവാൻ 10 കൊല്ലം അനുഗ്രഹിച്ചു. അപ്പോൾ ജനിക്കാനുള്ള ഭാഗ്യം മാത്രമേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. ആ ഭഗവാന്റെ ബാലലീലം വളർത്താനുള്ള ഭാഗ്യം യശോദയ്ക്ക് കിട്ടി. കണ്ണൻ താമരേ കണ്ണനേ കണ്ണ. അമ്മമാരൊക്കെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? പണ്ട് ചെറിയ ചെറിയ ഉരുളയായിട്ട് ഒരു 10 ഉരുള ഉണ്ടാക്കി വയ്ക്കും. കൂടുതലായി വയ്ക്കുമ്പോൾ എനിക്കിത് വേണ്ടാൻ പറയും. അപ്പോൾ ചെറിയ ചെറിയ ഉരുളയാക്കി വെച്ച് ഇത് മുത്തശ്ശനക്ക്, മുത്തശ്ശിക്ക്, പിന്നെ ഇങ്ങനെ ഓരോരുടെ പേര് പറഞ്ഞ് ഇങ്ങനെ കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോൾ ചില കുട്ടികൾ ഇത് ചെയ്യും, സ്വന്തം വായിൽ നിന്ന് അമ്മയ്ക്ക് ഇതിനെ തിരിച്ചു കൊടുക്കും. അതുപോലെ കൃഷ്ണ, നിൻ്റെ വായിൽ നിന്നും ആ പ്രസാദമായിട്ടുള്ള ഭക്ഷണം എനിക്ക് സ്വീകരിക്കാൻ ഭാഗ്യമില്ലല്ലോ. ഇങ്ങനെയൊക്കെ ദേവകിയും വസുദേവനും അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ കംസൻ നിങ്ങളെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട് പറഞ്ഞപ്പോൾ അത് പുറത്ത് പറയേണ്ടാൻ പറഞ്ഞ് അടുത്ത ദിവസം അക്രൂരൻ്റെ ഒപ്പം ഭഗവാൻ പുറപ്പെട്ട സമയത്ത് ഗോപികമാർക്ക് അക്രൂരനെ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ലേ. അഹോ വിധാത തവനക്വചിദ്ദയാ. ഈ വിധിയാണ് നമുക്ക് ഇങ്ങനെ കണ്ണനെയും നമ്മളെയും പിരിച്ചു കൊണ്ടുപോകുന്നു. ക്രൂരമായ വിധി ഇപ്പോൾ എങ്ങനെയാണ് വന്നിരിക്കുന്നു? അക്രൂരൻ എന്ന പേര് വെച്ചാണ് വന്നിരിക്കുന്നു. ക്രൂരത്വം അക്രൂരസമക്ഷയസ്മനഃ ചക്ഷുരുഹി ദത്തം ഹരസേവരാജ്ഞവത്. കണ്ണ് കാഴ്ചയില്ലാതെ ഒരാൾക്ക് പെട്ടെന്ന് ഒരു ദിവസം കണ്ണിൻ്റെ കാഴ്ച കിട്ടി. അപ്പോൾ നല്ല സുന്ദരമായിട്ട് ഈ സമുദ്രവും പിന്നെ മലകളും നദികളെയും കണ്ട് ആസ്വദിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് കണ്ണും വീണ്ടും പോയാൽ, കണ്ണിൻ്റെ കാഴ്ച പോയാൽ എങ്ങനെയാണോ അതുപോലെയാണ് ഞങ്ങളുടെ നില. കണ്ണനെ കിട്ടാതിരുന്നാൽ ഒരു കുഴപ്പമില്ല. ഇപ്പം കണ്ണനെ കിട്ടിയ കണ്ണൻ വീണ്ടും ഞങ്ങളെ വിട്ട് പോകുന്നുണ്ടല്ലോ. ചക്ഷുരുഹി ദത്തം ഹരസേ ഭഗാജ്ഞവത്. അവർ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഭഗവാൻ പറഞ്ഞു, വീണ്ടും ഞാൻ വരാം. അവർ സമാധാനം ചെയ്ത് പിന്നെ ഭഗവാൻ അക്രൂരൻ്റെ ഒപ്പം മധുരയ്ക്ക് പോകുന്ന വഴിയിൽ അക്രൂരൻ വൃന്ദാവനത്തിൽ കാളിന്തിയിൽ ഒന്ന് കുളിച്ചിട്ട് വരണം. ആ പുണ്യ നദികളെ കണ്ടാൽ അവിടെ സ്നാനം ചെയ്യണം. അപ്പോൾ അക്രൂരൻ കണ്ണനോട് പറഞ്ഞു, നീ ഇവിടെ തന്നെ തേരിലിരുന്നോളൂ. ഈ യമുനയിൽ കൂടുതൽ ഒഴുക്കുമുണ്ട്, പിന്നെ ചുഴലൊക്കെ ഉണ്ട്, നല്ല തണുപ്പുമുണ്ട്. കുട്ടികൾക്ക് ഇവിടെ കുളിച്ചാൽ ബുദ്ധിമുട്ടാവും, ഞാൻ മാത്രം കുളിച്ചിട്ട് വരാം. അപ്പോൾ കണ്ണൻ ചിരിച്ചു. ഇവിടെ ചുഴലുണ്ട്, ഒഴുക്ക് കൂടുതലുണ്ടൊക്കെ എന്നോട് പറയുന്നു അക്രൂരൻ. ഈ കാളിന്തി എത്ര പ്രാവശ്യം ഞാൻ നീന്തി കളിച്ചിട്ടുണ്ട്. ഈ അക്രൂരൻ മര്യാദയ്ക്ക് വരണം എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാലും വരട്ടെ. ഭഗവാൻ കാത്തിരിക്കുമ്പോഴാണ് അക്രൂരൻ കുളിക്കുന്ന സമയത്ത് ഒപ്പം ഈ ബലറാമനും കൃഷ്ണനും കുളിക്കുന്നത് പോലെ തോണിയപ്പോൾ വീണ്ടും എഴുന്നേറ്റ് നോക്കി തേരിൽ തന്നെ അവർ ഇരിക്കുന്നുണ്ട്. തൗ രഥസ്ഥൗ കഥമിഹ.
എന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം മുങ്ങിയപ്പോഴാണ് ആ ബലരാമൻ ആദിശേഷനായും കണ്ണൻ പത്മനാഭസ്വാമിയായും ദർശനം കൊടുക്കുന്നു. അങ്ങനെ പത്മനാഭനായി കണ്ട് അക്രൂരൻ ഗംഭീര സ്തുതി ചെയ്യുന്നു. ദശാവതാരം കൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്നു. നതോസ്മ്യകം ത്വാഖില ഹേതുഹേതും കമലനയന വാസുദേവ പാണ്ഡുരംഗ പാഹി മാം. കമലനയന വാസുദേവ പാണ്ഡുരംഗ പാഹി മാം. പത്മനയന പത്മചരണ പത്മനാഭ പാഹി മാം. പത്മനയന പത്മചരണ പത്മനാഭ പാഹി മാം. കമലനയന വാസുദേവ പാണ്ഡുരംഗ പാഹി മാം. കമലനയന വാസുദേവ പാണ്ഡുരംഗ പാഹി മാം. പത്മനയന പത്മചരണ പത്മനാഭ പാഹി മാം. പത്മനയന പത്മചരണ പത്മനാഭ പാഹി മാം. പ്രഭു പത്മനാഭ പാഹി മാം. പ്രഭു പത്മനാഭ പാഹി മാം. അക്രൂരനക്ക് കുറച്ച് കൂടുതൽ പണം വേണം എന്നാണ് ആഗ്രഹം. പണം പൈസ വേണം ആഗ്രഹിക്കുന്നവർ പത്മനാഭൻ്റെ കാല് പിടിച്ചാൽ മതി. പത്മനാഭസ്വാമി 2-3 മുറി വെച്ചിട്ടുണ്ട് പുറകിൽ. എന്തെങ്കിലും ഒരു മുറി തുറന്നിട്ടാൽ മതി എന്നാണ് പറയുന്നു. അങ്ങനെ അക്രൂരനക്ക് കുറച്ച് പണം വേണം ആഗ്രഹിച്ചത് കൊണ്ടാണ് പത്മനാഭനായി ദർശനം കൊടുക്കുന്നു. പിന്നെ സ്യമന്തകമണി കൊടുക്കാൻ പോകുന്നു അദ്ദേഹം ആഗ്രഹിച്ചത് കൊണ്ട്. കാരണം അദ്ദേഹം ഓരോ സ്തോത്രത്തിലും ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, നിന്നെ ആശ്രയിച്ച് ഇന്ദ്രനക്ക് പണം കിട്ടിയില്ലേ, ഇന്ദ്രനക്ക് പണം കിട്ടിയില്ലേ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ബലിചക്രവർത്തിക്ക് പണം കിട്ടിയില്ലേ എന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം എന്താണ് മനസ്സിലാക്കി ഭഗവാൻ അനുഗ്രഹിക്കുന്നു. അങ്ങനെ അക്രൂരനെ അനുഗ്രഹിച്ച ശേഷം അക്രൂരൻ്റെ ഒപ്പം മധുരയിൽ എത്തി. മധുരയിൽ വിശ്രാം ഘാട്ട് എന്ന സ്ഥലം, അവിടെ ഭഗവാൻ വിശ്രമം ചെയ്തത് കൊണ്ടാണ് വിശ്രാം ഘാട്ട് എന്നാണ് അവിടെ പേര്. അക്രൂരനോട് പറഞ്ഞു വിട്ട് നിങ്ങൾ പോയിക്കോളൂ, ഞാൻ പിന്നെ കംസവധം കഴിഞ്ഞ് നിങ്ങൾ വന്ന് കാണാം. നാളെ കംസവധം കഴിഞ്ഞ് വന്ന് കാണാൻ പറഞ്ഞപ്പോഴാണ് അക്രൂരനക്ക് മനസ്സിലായി, എന്തായാലും നാളെ കംസൻ്റെ കഥ കഴിയും, നമുക്ക് സുഖമായിട്ട് ജീവിക്കാം എന്ന് തീരുമാനിച്ചു. വൈകുന്നേരം ഭഗവാൻ കുട്ടികളെയും വിളിച്ചുകൊണ്ട് മധുരാനകം ചുറ്റി കാണാൻ വേണ്ടി പുറപ്പെട്ടപ്പോഴാണ് ഒരു രചകൻ, ഒരു അളക്കുകാരൻ പുതിയ വസ്ത്രങ്ങളൊക്കെ എടുത്ത് വരുന്നുണ്ട്. അവനോട് വസ്ത്രം തരണേ പ്രാർത്ഥിച്ചു. വസ്ത്രം തരണേ പറഞ്ഞപ്പോൾ ഇത് രാജാവിൻ്റെ വസ്ത്രമാണ്, നിങ്ങളെപ്പോൾ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റില്ലേ? അപ്പോൾ സാധാരണ രീതിയിൽ സംസാരിച്ചാൽ മതിയായിരുന്നു. നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങളൊക്കെ മാട് വെച്ച് നടക്കുന്ന ആൾക്കാർക്ക് ഈ രാജാവിൻ്റെ വസ്ത്രം വേണോ? ഞങ്ങളൊക്കെ രാജാക്കളുടെ ആളുകളാണ്, ഞങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലേ? പിന്നെ വലിയ മന്ത്രികളെ ആളാണെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം, രക്ഷപ്പെടാം. അങ്ങനെയൊക്കെ ധൈര്യത്തിലാണ് ബധ്നന്തി ഘ്നന്തി ലുംപന്തി ദൃപ്തം രാജകുലാനിവൈ. ഞങ്ങൾ വിചാരിച്ചാൽ എന്തെങ്കിലും ഒരു കേസ് എടുത്ത് നിങ്ങളെ എല്ലാവരെയും ജയിലിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ പണ്ട് മുതൽ അങ്ങനെ ഉണ്ട്. ദുഷ്ടരാജാക്കളുടെ ആളുകളൊക്കെ അങ്ങനെയാണ്, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, തല ഉണ്ടെങ്കിലേ സംസാരിക്കുള്ളൂ. ഒരു തട്ടിയപ്പോൾ തല പോയി. ആ അളക്കുകാരനെ വധിച്ചു. ഈ അളക്കുകാരൻ ഇന്ന് ചീത്ത പറഞ്ഞ ആളില്ലേ, പൂർവ്വജന്മത്തിൽ രാമാവതാരത്തിൽ രാവണനെ ചീത്ത വിളിച്ച അളക്കുകാരനുണ്ടല്ലോ, അവൻ തന്നെ വീണ്ടും ഇവിടെ ജനിച്ചു. രാമൻ സാധുവായി പോയി. കൃഷ്ണൻ വിചാരിച്ചു സാധുവായി എന്നാൽ കലിയുഗത്തിൽ നടക്കില്ലേ, ദുഷ്ടനുക്ക് ദുഷ്ടനായിരിക്കണം, സജ്ജനങ്ങൾക്ക് സാധുവായിരിക്കണം. അങ്ങനെ അവനെ വധം ചെയ്ത് വസ്ത്രങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുത്തു. പക്ഷേ അത് കുറച്ച് വലിയ വസ്ത്രമായതുകൊണ്ട് അവിടെ തുന്നൽക്കാരൻ വേണ്ട വിധത്തിൽ അത് ശരിയാക്കി കൊടുത്തു. ആ തുന്നൽക്കാരനെ അനുഗ്രഹിച്ചു ഭഗവാൻ. അതിനുശേഷം ഒരു മാലാകാരൻ്റെ വീട്ടിൽ ചെന്ന് ഭഗവാൻ മാലകളൊക്കെ സ്വീകരിച്ചു. ഭഗവാനുക്ക് മാല കെട്ടി അലങ്കാരം ചെയ്യുന്നവർക്ക് ഭഗവാൻ എല്ലാവിധ സൗകര്യം തരും. ഇവിടെ പറയുന്നുണ്ട്, ഇതി തസ്മൈ വരം ദത്വാ ശ്രിയം ച അന്വയവർദ്ധിനീം ബലം ആയുഹു യശ കാന്തിം നിർജഗാമ സഹാഗ്രജ. ബലം, ആയുസ്, യശസ്, ഇങ്ങനെയൊക്കെ എന്തൊക്കെ ആവശ്യമുണ്ടോ എല്ലാം ഭഗവാൻ അനുഗ്രഹിച്ചു മാലാകാരന്. അങ്ങനെ മാലാകാരനെ അനുഗ്രഹിച്ച് ഭഗവാൻ വരുമ്പോഴാണ് കൂണി ഒരു സ്ത്രീ ചന്ദനം എടുത്ത് വരുന്നുണ്ട്. അവളുടെ അടുത്ത് ചെന്നു ഭഗവാൻ ചോദിച്ചു, എനിക്കൊന്ന് ചന്ദനം തരുമോ? അവൾ പറഞ്ഞു, ഇത് കംസനക്ക് വേണ്ടി കൊണ്ടുപോകുന്നതാണ്, നിങ്ങൾക്ക്
തരാം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ, കാശ് കൊടുത്ത് മേടിക്കാനുള്ള പൈസ എൻ്റെ കയ്യിലില്ലേ, ഫ്രീ ആയിട്ട് തരുമോ? വിനായുവാം പുണ്യതമസ്തദർഹരി, ഇത് ശരിക്കും ഈ ചന്ദനം നിങ്ങൾക്ക് യോജിച്ചതാണ്, നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് തരാം. അത് കൊടുത്തപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഏത് സാധനവും ഫ്രീ ആയിട്ട് സ്വീകരിക്കാൻ പാടില്ലേ, എന്തെങ്കിലും ഒന്ന് ഗിവ് ആൻഡ് ടേക്ക് പോളിസി വേണം. വെറുതെ നമ്മൾ അമ്പലത്തിൽ പോകാൻ കൂടെ വെറുതെ വരാൻ പാടില്ലേ, എന്തെങ്കിലും ഭഗവാനക്ക് സമർപ്പിച്ചിട്ട് ഭഗവാന്റെ അനുഗ്രഹം പ്രസാദം നേടണം. കൊതുക് പോലും അങ്ങനെ ചെയ്യുന്നു, നേരിട്ട് നമ്മുടെ റത്തം എടുക്കാറില്ല, ഒന്ന് നമ്മൾക്ക് അടുത്ത് ഒന്ന് കൊടുത്തിട്ട് ഇങ്ങനെ എടുക്കും. ഗിവൻ എന്തോ കൊടുക്കുന്നു, ഗിവൻ ടേക്ക് പോളിസി. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, വെറുതെ ചന്ദനം സ്വീകരിച്ചാൽ നന്നാവില്ല, ഞാൻ നിനക്ക് സൗന്ദര്യം തരാം, നിന്നെ രൂപം കൊണ്ട് നേരാക്കി തരാൻ പറഞ്ഞു ഭഗവാൻ. അവളുടെ കാല് അമർത്തി തൻ്റെ കൈകൊണ്ട് ഒന്ന് ഉയർത്തിയപ്പോൾ അടുത്ത ക്ഷണം ബഭൂവ പ്രമദോത്തമാൻ ബന്ധൻ മഞ്ജു കരേണ താമുദനയത്താവത് ജഗത് സുന്ദരീ. ഭഗവാന്റെ തൃക്കര സ്പർശം കിട്ടിയപ്പോൾ തന്നെ ജഗത് സുന്ദരിയായി മാറി, മിസ് യൂണിവേഴ്സ് മാറി. പിന്നെ കൂണിയെ കാണാത്ത ആൾക്കാർക്ക് പിന്നെ തിരക്ക് പിടിച്ച് കാണാൻ ഓടി വന്നു. അപ്പോൾ കൂടി പറഞ്ഞു, നീ കൊടുത്ത സൗന്ദര്യം നിനക്ക് തന്നെ സമർപ്പിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വരാൻ പറഞ്ഞ് ഭഗവാൻ പുറപ്പെട്ടു. അവിടെ ധനുര്യാഗത്തിന് വേണ്ടി വില്ല് വച്ചിരുന്നു, ആ വില്ല് 2 കഷ്ണമാക്കി അവർ കാവൽക്കാരിലും അടിച്ചപ്പോൾ ഈ വിഷയം കേട്ട കംസൻ പേടിച്ച് വാതിൽ കോളിയാമിടത്ത് നിർത്തിവെച്ചു. പിന്നെ മാളികയിൽ മുകളിൽ കയറിയിരിക്കുന്നു, കയറി വരുമ്പോൾ നോക്കാൻ വിചാരിച്ചു. പിന്നെ അടുത്ത ദിവസം ഭഗവാൻ പുറപ്പെട്ടു വന്നു. അന്ന് രാത്രി മുഴുവനും കംസനക്ക് ഉറക്കമില്ല, ദുസ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സ്വപ്നേ പ്രേതപരിഷ്പംഗ, അവനക്ക് മുമ്പ് മരിച്ച അച്ഛൻ മുത്തശ്ശൻ അങ്ങനെ മരിച്ച പല ആളുകളുണ്ടല്ലോ, അവർക്ക് ഇടയ്ക്ക് വറു നമുക്ക് പോവാം അങ്ങനെ പറഞ്ഞ് വിളിക്കുന്നു. ഇങ്ങനെയൊക്കെ ഖരയാണം വിഷാദനം, കഴുതയുടെ മേലെ കയറി പോകുന്നത് പോലെ സ്വപ്നം, വിഷം കഴിക്കുന്നത് പോലെ സ്വപ്നം, ഇങ്ങനെയൊക്കെ ദുസ്വപ്നങ്ങൾ കണ്ടു. പിന്നെ ഇവിടെ ചില നിദർശനമൊക്കെ പറയുന്നുണ്ട്. പ്രാണഘോഷ അണുപശ്രുതി, നമ്മൾ 2 ചെവി ഇങ്ങനെ അടച്ചു പിടിച്ചാൽ ഉള്ളിലൊരു ശബ്ദം കേൾക്കും, നമ്മൾ പ്രാണൻ്റെ ശബ്ദം. അത് ശരിക്കും കേൾക്കാതെ ആയാൽ നമുക്ക് സമയം ആയി എന്ന് മനസ്സിലാക്കാം. അത് കേൾക്കുന്നില്ലേ കംസനക്ക്, ഇപ്പോൾ വെച്ച് നോക്കണ്ട, പിന്നെ ആ വീട്ടിൽ പോയി വെച്ച് നോക്കിക്കോളും. പിന്നെ വിളക്ക് അണയുമ്പോൾ ഒരു മണം വരണ്ടല്ലോ, സാധാരണ അങ്ങനെ അണയാൻ പാടില്ല. വിളക്ക് നമ്മൾ തന്നെ അതിൻ്റെ എണ്ണ കഴിയുന്ന സമയത്ത് ഒരു പൂ കണ്ടോ ഇതുകൊണ്ട് നമുക്ക് വായു കൊണ്ട് ഊതാൻ പാടില്ല, കൈ കൊണ്ട് ഇങ്ങനെ അണയ്ക്കാം. അങ്ങനെ വിളക്ക് അത് അണയുന്ന സമയത്ത് ഒരു മണം ഉണ്ടാവും. ആ മണം നമുക്ക് ഘ്രാണിക്കാൻ പറ്റാതായാൽ പിന്നെ ഘ്രാണത്തിൻ്റെ ശക്തി കുറഞ്ഞു. ഇങ്ങനെയൊക്കെ ഓരോ ഇന്ദ്രിയ ശക്തി കുറയുമ്പോഴാണ് നമുക്ക് സമയം അടുത്തായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മരങ്ങളൊക്കെ പച്ച കളറിൽ കാണാതെ ഇങ്ങനെ ഒരു മഞ്ഞ കളറിൽ കാണാൻ സാധിച്ചാൽ ഇതൊക്കെ ചില ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അന്ത്യസമയത്തിൻ്റെ ലക്ഷണം. അതൊക്കെ ഇവിടെ കംസൻ കണ്ടു, പേടിച്ചിരിക്കുന്നു. അടുത്ത ദിവസം ഭഗവാൻ പുറപ്പെട്ടു വന്നു. കുവളിയാപീഠം അവിടെ നിൽക്കുമ്പോൾ കണ്ടപ്പോൾ ആണപ്പാപ്പന്മാരോട് പറഞ്ഞു, ഇതൊന്ന് മാറ്റിക്കോളൂ. അത് പറ്റില്ല പറഞ്ഞ് അവർ ആനയെ ഭഗവാന്റെ അടുത്ത് പറഞ്ഞു വിട്ടു. ഭഗവാൻ ആനയുടെ തുമ്പിക്ക പിടിച്ച് ഒരു അടി അടിച്ചു. അതിൻ്റെ ദന്തത്തിൻ്റെ അടിയിൽ രത്നങ്ങൾ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കി, മൂലാതന്മൂല്യ തന്മൂലക മഹിത മഹാമൗക്തികാന്യാത്മമിത്രേ പ്രാദാസ്ത്വം ഹാരമേഭിഹി ലളിത വിരചിതം രാധികായി ദിശേതി. ആ ദന്തം ഭഗവാൻ എടുത്തു. ആ ദന്തത്തിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയ മുത്തുക്കൾ എടുത്ത് രാധിക്ക് മാല കൊടുക്കാൻ വേണ്ടി ശ്രീതാമാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അങ്ങനെ 2 ദന്തം ഉണ്ടായിരുന്നു. ഒരു ദന്തം ബലറാമേട്ടൻ്റെ കയ്യിൽ കൊടുത്തു, ഒരു ദന്തം കണ്ണൻ എടുത്തു. സാധാരണ ആണയെ കൊല്ലാറില്ലേ ഭഗവാൻ, ആണയെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ വൈകുണ്ഠത്തിന് ഓടി വന്നു ഗജേന്ദ്രനെ രക്ഷിക്കാൻ. ഇപ്പോൾ ഗുരുവായൂരിലും ആണത്താവളം വച്ച് ഒരു 50 ആനകളെ രക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ആനയോട് സ്നേഹമുള്ള ആളാണ് ഭഗവാൻ. പക്ഷേ ഈ ആനയെ കൊല്ലാൻ എന്താ കാരണം, ഇത് അസുരൻ്റെ അംശമായി ജനിച്ച ആനയാണ്. അതുകൊണ്ടാണ് ഈ ആനയെ ഭഗവാൻ കൊന്നു. പിന്നെ ദന്തം എടുത്ത് രംഗത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് ഒപ്പം വരുന്ന കുട്ടിയിലൊക്കെ പാടി, ഗോവിന്ദ കൃഷ്ണ ജയ് ഗോപാല കൃഷ്ണ ജയ് ഗോവിന്ദ കൃഷ്ണ ജയ് ഗോപാല കൃഷ്ണ ജയ്
गोपाल बाल प्राणलाल कृष्ण जय। गोपाल बाल प्राणलाल कृष्ण जय। गोविंद कृष्ण जय गोपाल कृष्ण जय। गोविंद कृष्ण जय गोपाल कृष्ण जय। गोपाल बाल प्राणलाल कृष्ण जय। गोपिका मनसारे प्यारे मोहन मुरलीधारी। गोपिका मनसारे प्यारे मोहन मुरलीधारी। माही मीरा मन बिहारी कृष्ण जय। माही मीरा मन बिहारी कृष्ण जय। गोविंद कृष्ण जय गोपाल कृष्ण जय। गोपाल बाल प्राणलाल कृष्ण जय। कृष्ण जय कृष्ण जय कृष्ण जय। कृष्ण जय कृष्ण जय कृष्ण जय। कृष्ण 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 राधा कृष्ण जय। कृष्ण 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 राधा कृഷ്ण जय. കുട്ടികളൊക്കെ നാമം ജപിച്ച് അവിടെ വരുന്നു. അവിടെ നവരസമൂർത്തിയായി ഭഗവാൻ ദർശനം കൊടുക്കുന്നു. നവരസം പറയാനുണ്ടല്ലോ സാഹിത്യത്തിൽ. അതിൽ രൗദ്രം, വീരം, ഭയാനകം, ഹാസ്യം, അങ്ങനെ നവരസം. അങ്ങനെ നവരസമൂർത്തിയായി മല്ലാനാം അശനിഹി നൃണാം നരവരഹ സ്ത്രീനാം സ്മരോ മൂർത്തിമാൻ. അവിടെ പല ആൾക്കാർ, നവവിധമായ ആളുകൾക്ക് നവരൂപത്തിൽ ഭഗവാൻ ദർശനം കൊടുത്തു. പിന്നെ മല്ലന്മാർക്ക് യുദ്ധത്തിന് വന്നു. യുദ്ധത്തിൽ ഭഗവാൻ ഒറ്റയടിയിൽ അവരുടെ കഥയൊക്കെ കഴിച്ചു. മല്ലന്മാരെ വധിച്ച ശേഷം എല്ലാവരും ജയഹോ ജയഹോനും ഭഗവാനക്ക് ജയഘോഷം ചെയ്യുന്ന സമയത്ത് കംസനും തന്നെ അറിയാതെ ജയഹോ എന്ന് പറഞ്ഞു. അടുത്തുള്ള ആൾ അവനും ജയഹോ പറഞ്ഞു. പിന്നെ ചോദിച്ചു, ആരാണ് ഇവിടെ വീണ് കിടക്കുന്നു? മഹാരാജ, നമ്മുടെ ആൾക്കാരും വീണ് കിടക്കുന്നു, ഭഗവാനാണ് ജയിച്ചിരിക്കുന്നു. പിന്നെ എന്തിനാ ജയഹോ പറഞ്ഞു? നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാനും പറഞ്ഞു പോയി. കംസസ്യാലമഭൂജിതം ജിതമതി വ്യാമോഹ കോലാഹല. കംസൻ പോലും വ്യാമോഹിച്ച് അറിയാതെ കൃഷ്ണനുക്ക് ജയഹോ ജയഹോ പറഞ്ഞു. പിന്നെ തന്നെ ആൾക്കാരെ കണ്ണൻ അടിച്ചിട്ട് മനസ്സിലാക്കിയ കംസൻ പറഞ്ഞു, നന്ദഗോപനെ കട്ടണം, വസുദേവനെ വെട്ടണം, കുട്ടികളെ വിരട്ടണം എന്നൊക്കെ കൽപ്പിച്ചപ്പോഴാണ് ഭഗവാൻ ചാടി കയറി വന്നു. കംസൻ്റെ കിരീടം തട്ടി അവൻ്റെ കേശം പിടിച്ച് മല്ലരംഗത്തിൽ വീഴ്ത്തി. അവൻ്റെ മുന്നിൽ ഭഗവാൻ ചാടി. മരിക്കുന്ന സമയത്ത് ഭഗവാൻ തൻ്റെ സ്വന്തം രൂപം കാണിച്ചു കൊടുത്തു. ദദർശ ചക്രായുധമഗ്രതോയഃ തദേവ രൂപം ദുരവാപമാപ. തൻ്റെ ചതുർഭുജ രൂപം കാണിച്ചപ്പോൾ കംസൻ ഭഗവാനെ നോക്കി തന്നെ മരിച്ചു. കംസനക്കും മുക്തി കിട്ടി. കംസൻ്റെ സഹോദരന്മാരെ ബലരാമസ്വാമി വധിച്ചു. അതിനുശേഷം കംസൻ്റെ അച്ഛനെ ജയിലിൽ നിന്നും വിമോചനം ചെയ്തു. പിന്നെ അവരുടെ അനുമതി മേടിച്ച് ഭഗവാൻ സ്വന്തം അച്ഛനമ്മമാരെ ജയിലിൽ നിന്നും വിമോചനം ചെയ്ത്. ഇവിടെ പറയുന്നു, ഭഗവാൻ കുട്ടികൾ അച്ഛനമ്മമാരെ വേണ്ട വിധത്തിൽ നോക്കണം. അങ്ങനെ നോക്കിയില്ലെങ്കിൽ പിന്നെ അവർക്ക് ഭക്ഷണം പോലും കിട്ടാതെ സ്വന്തം മാംസം തിന്നുന്ന രീതിയിൽ അവർ സങ്കടപ്പെടും. സ്വമാംസം ഖാദിയന്തി എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ അച്ഛനമ്മമാരെ ജയിലിൽ നിന്നും വിമോചനം ചെയ്തു. അതിനുശേഷം സാന്ദീപിനി എന്ന ഒരു മഹാത്മാ, അദ്ദേഹം ഉജ്ജയിനിലാണ് താമസിക്കുന്നു. അവിടെ പോയി ഉപനയന സംസ്കാരം സ്വീകരിച്ച് 64 ദിവസങ്ങളിൽ 64 കലഹകൾ പഠിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് ഭഗവാൻ ചോദിച്ചു, കാരണം ആചാര്യായ പ്രിയം ധനമാഹൃത്യ പ്രജാതന്തും മാംയവത്സേത്സീ. വേദം പറയുന്നു, ആചാര്യനക്ക് ഇഷ്ടമായ ധനം കൊടുത്തിട്ട് വേണം പിന്നെ അടുത്ത ആശ്രമത്തിലേക്ക് പോവാൻ. അപ്പോൾ ആചാര്യനക്ക് ദക്ഷിണ കൊടുക്കണ്ടേ? ഗുരുദക്ഷിണ. നിങ്ങൾക്ക് എന്താണ് ഗുരുദക്ഷിണ വേണം ചോദിച്ചപ്പോൾ ആചാര്യൻ തൻ്റെ ഭാര്യയോട് ചോദിച്ചു, നമ്മുടെ അടുത്ത് പഠിക്കുന്ന കൃഷ്ണൻ സാധാരണ ഉണ്ണിയില്ലേ, സാക്ഷാത് ഭഗവാനാണ്, നിനക്ക് മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ ആചാര്യൻ്റെ പത്നി പറഞ്ഞു, ഞാൻ ആദ്യം തന്നെ മനസ്സിലാക്കി. നീ അങ്ങനെ മനസ്സിലാക്കി? ഞാൻ 500 ദിവസം പശുവിനെ കറക്കാൻ വേണ്ടി മൊന്തയും കയറും കൊണ്ടുവരൂ കണ്ണനോട് പറഞ്ഞു. അപ്പോൾ കണ്ണൻ സന്ധ്യാവന്തനം ചെയ്യുന്ന സമയം ഇപ്പോൾ ഇടയ്ക്ക് എഴുന്നേക്കാൻ പാടില്ല. ഇപ്പോൾ സൊമ്പുവിനോട് പറഞ്ഞു, പാത്രത്തോട് പോയിക്കോളൂ, അമ്മ വിളിക്കുന്നു, പോയിക്കോളൂ പറഞ്ഞപ്പോൾ ആ പാത്രം ഇങ്ങനെ നീന്തി ആളെ വന്നു. പാത്രം കയ്യിനോ സ്വയം ഇങ്ങനെ വന്നത് കണ്ടപ്പോൾ അമ്മ അത്ഭുതപ്പെട്ടു.
ചൈതന്യമുള്ള ആൾ തന്നെ പറഞ്ഞാൽ കേൾക്കുന്നില്ലേ? ഈ ചൈതന്യം ജഡമായ സാധനം പോലും പറഞ്ഞത് കേൾക്കുന്നു പറഞ്ഞാൽ സാക്ഷാത് ഭഗവാനാണ് പണ്ടേ ഞാൻ മനസ്സിലാക്കിയതാണ്. ഇപ്പോൾ കണ്ണൻ വന്ന ശേഷം എനിക്ക് പുത്രശോകമില്ലേ? ഇപ്പോൾ കണ്ണൻ പോയാൽ വീണ്ടും പുത്രശോകം ഉണ്ടാവുള്ളൂ. നമ്മുടെ കുട്ടി മരിച്ചില്ലേ 12 കൊല്ലം മുമ്പ് സമുദ്രത്തിൽ വീണ്? ആ കുട്ടിയെ തിരിച്ചു തരാമോ? കേൾക്കൂ. ഉടനെ സമ്മന്ത്രിയ പത്ന്യാസ മഹാർണവേ മൃതം ബാളം പ്രഭാസേ വരയാം ബഭൂവ. കണ്ണനോട് പ്രാർത്ഥിച്ചു. 12 കൊല്ലം മുമ്പ് ഞങ്ങൾ സമുദ്രത്തിൽ കുളിക്കാൻ പോയപ്പോൾ പ്രഭാസ ക്ഷേത്രത്തിൽ സോമനാഥിൽ ഞങ്ങളുടെ കുട്ടി ആ തരംഗത്തിൽ തിരമാലിൽ അടിച്ചു കൊണ്ടുപോയി. ആ കുട്ടിയെ തിരിച്ചു കിട്ടിയാൽ കൊള്ളാം. ഉടനെ ഭഗവാൻ സമുദ്രരാജനോട് ചോദിച്ചു, എൻ്റെ ഗുരുപുത്രൻ എവിടെ? അപ്പോൾ വരുണൻ പറഞ്ഞു, ഇവിടെ ഒരു അസുരനുണ്ട്, പഞ്ചജനൻ. അവനാണ് ഇവിടെ വരുണവരെ വിഴുകുന്നു. ഉടനെ സമുദ്രത്തിൽ ഇറങ്ങി ആ പഞ്ചജനനെ വധിച്ചു. അവൻ തലയിൽ ഒരു ശംഖും ഉണ്ടായിരുന്നു. പഞ്ചജനൻ്റെ തലയിൽ കെട്ടിയത് കൊണ്ടാണ് ആ ശംഖിൻ്റെ പേര് പാഞ്ചജന്യം എന്ന് പേര്. ആ ശംഖും എടുത്ത് ഭഗവാൻ യമലോകത്തിൽ ശംഖു വിളിച്ചു. യമധർമ്മരാജാവ് എന്തു വേണം ചോദിച്ചപ്പോൾ, എൻ്റെ ഗുരുപുത്രനെ കൊണ്ടുതരും. തലയെടുത്ത് അത്രയേ ഉള്ളൂ. നിൻ്റെ ഗുരുനാഥനക്കും ഗുരുപുത്രനക്കും അത്രയേ ഉള്ളൂ. ഞാൻ സ്വന്തം എൻ്റെ ഇഷ്ടപ്രകാരം കൊണ്ടുവന്നിട്ടില്ല. അവരുടെ പ്രാരബ്ധം അനുസരിച്ചിട്ടാണ് ഞാൻ കൊണ്ടുവന്നു. അപ്പോഴാണ് ഭഗവാൻ പറയുന്നു, മച്ഛാസന പുരസ്കൃത ഗുരുപുത്രമികാനീതം നിജകർമ്മ നിബന്ധനം ആണയസ്വം മഹാരാജ. ഞാൻ എൻ്റെ ആജ്ഞയാണ്, കൊണ്ടുതരും പറഞ്ഞപ്പോൾ ശരി പറഞ്ഞു കൊണ്ടു കൊടുത്തു. ഇവിടെയാണ് ഭഗവാൻ വിചാരിച്ചാൽ തലയെഴുത്ത് പോലും മാറിക്കിട്ടും. അതിൻ്റെ പ്രമാണമായിട്ടാണ് ഈ കഥയെ മഹാത്മാക്കൾ പറയുന്നു. അങ്ങനെ ഗുരുപുത്രനെ കൊടുക്കുന്ന സമയത്ത് തന്നെ തനിക്ക് ഗുരുനാഥൻ ഉപദേശിച്ച ശാസ്ത്രമൊന്നും ഗുരുപുത്രനൊക്കെ ഉപദേശിച്ച് ഗുരുപുത്രനെ കൊടുത്തു. ഗുരുപുത്രനെ കിട്ടിയപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, നിന്നെപ്പോലെ ശിഷ്യൻ കിട്ടിയാൽ പിന്നെ കിട്ടാത്ത സാധനം ഒന്നുമില്ലേ, എന്താ വേണം? അപ്പോൾ കണ്ണൻ പറഞ്ഞു, ഞാൻ മര്യാദയ്ക്ക് ഒന്നും പഠിച്ചിട്ടില്ലേ, ഞാൻ പഠിച്ച പാഠങ്ങളൊക്കെ വേണ്ട സമയത്ത് തോന്നണേ എന്ന് പ്രാർത്ഥിച്ചു. അതാണ് നമുക്ക് വേണ്ടത് വേണ്ട സമയത്ത് തോന്നണം. ചില കുട്ടികൾ വീട്ടിൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ കൃത്യമായിട്ട് മറുപടി പറയും, പിന്നെ പരീക്ഷാ ഹാളിൽ പോയി മറക്കും. വീട്ടിൽ പറഞ്ഞില്ലെങ്കിലും പരീക്ഷാ ഹാളിലാണ് ഓർമ്മ പറയേണ്ടത്. അപ്പോൾ വേണ്ടത് വേണ്ട സമയത്ത് തോന്നണമെങ്കിൽ അത് ഗുരുനാഥൻ കൃപ ഉള്ളവർക്കേ തോന്നുള്ളൂ. ഇവിടെ പറയുന്നു, ഗുരുനാഥൻ്റെ അനുഗ്രഹം ഉള്ളവർക്ക് തസ്യേതി അഗതിതാഹ്യർത്ഥാഹ. ഗുരുനാഥൻ പറയാത്ത ചില വിശേഷ അർത്ഥങ്ങൾ കൂടെ അവർക്ക് തോന്നും എന്നാണ് പറയുന്നത്. അങ്ങനെ ഗുരുനാഥൻ്റെ അനുഗ്രഹം മേടിച്ച് ഭഗവാൻ വന്നു. ഈ സമയത്തിലാണ് ഉദ്ധവൻ പേരുള്ള ഒരു കുട്ടി, കൃഷ്ണൻ്റെ സ്വന്തക്കാരനാണ്, ബന്ധുവാണ്, ബൃഹസ്പതിയിൽ നിന്നും പഠിച്ചു വന്നു. അവനെ മന്ത്രിയാക്കി ഭഗവാൻ. ഈ സമയത്ത് ഭഗവാൻ ഗോപികമാരെ സമാധാനം ചെയ്യാൻ വേണ്ടി ഉദ്ധവനെ പറഞ്ഞു വിട്ടു. ശരിക്കും ഗോപികളെ സമാധാനം ചെയ്യാൻ വേണ്ടിയില്ലേ, ഉദ്ധവനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഉദ്ധവൻ സകല ശാസ്ത്രവും പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഭക്തി പഠിച്ചിട്ടില്ലേ. ഭക്തി എന്താണെന്ന് പഠിക്കണമെങ്കിൽ ഗോപികമാരെ കണ്ടു പഠിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഗോപികമാരെ സമാധാനം ചെയ്യുന്നു പറഞ്ഞു വിട്ടു. അവിടെ ചെന്നപ്പോഴാണ് ഉദ്ധവൻ അത്ഭുതപ്പെട്ടു. എന്താ കാരണം? പശു, പക്ഷി, മരം, ചെടി, കൊടി എதை കണ്ടാലും അവർ ഭഗവാനെ നോക്കി പാടുന്നു. നമുക്ക് ഈ ലോകത്തെ കണ്ടാൽ ഭഗവാനെ മറക്കും. അവർ ലോകത്തെ കാണുമ്പോഴും ഭഗവാനെ സ്മരിക്കുന്നു. ഒരു വണ്ട് വരുമ്പോൾ തന്നെ വണ്ട് നോക്കി അവർ പാടുന്നു കണ്ണനെ കുറിച്ച്. മധുപകിതവ ബന്ധോ മാസ്പൃശാംഗ്രിം സപത്ന്യാ. അങ്ങനെയുള്ള ഗോപികമാരുടെ ഭക്തി കണ്ടപ്പോഴാണ് ഉദ്ധവൻ അവരുടെ കാലിൽ വീഴാൻ പോലും തനിക്ക് യോഗ്യതയില്ല വിചാരിച്ച് അവരുടെ പാദധൂളിയിൽ വീഴുന്നു. വന്ദേ നന്ദവ്രജസ്ത്രീനാം പാദരേണുമഭീക്ഷ്ണസ യാസാം ഹരികഥോദ്ഗീതം പുനാതി ഭുവനത്രയം. അവരുടെ പാദധൂളിൽ വീണ് നമസ്കരിച്ച് വന്നു. പിന്നെ അക്രൂരൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് അക്രൂരനെ അനുഗ്രഹിച്ചു. പിന്നെ കുബ്ജയ്ക്ക് അനുഗ്രഹിച്ചു. അതിനുശേഷം അക്രൂരനെ പറഞ്ഞു വിട്ട് പാണ്ഡവന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടി ഏർപ്പാട് ചെയ്തു. പിന്നെ 50-ാമത്തെ അധ്യായത്തിൽ ജരാസന്ധൻ വരുന്നതായി വർണ്ണിക്കുന്നു. എന്താർത്ഥം? 50 വയസ്സായുമ്പോൾ ജരാനരവയ്ക്ക് നമ്മളെ ബാധിക്കും. 50 വയസ്സ് കഴിഞ്ഞാൽ എന്താവണം? നമ്മൾ വീട് ഉപേക്ഷിച്ച് പിന്നെ സത്സംഗത്തിലേക്ക് പോകണം. അതാണ് ഭഗവാൻ ഇവിടെ മധുരാനഗരം ഉപേക്ഷിച്ച് നേരെ മുച്ചുകുന്ദനെ കാണാൻ പോകുന്നു. അതിന് ഒരു വ്യാജം ജരാസന്ധൻ ഇടയ്ക്കിടയ്ക്ക് യുദ്ധത്തിന് വരുന്നു. അവൻ്റെ ഒപ്പം കാളയവനൻ പേരുള്ളൊരു അസുരൻ വരുന്നുണ്ട്.
ഈ കാളയവനൻ എന്താണെന്ന് ചോദിച്ചാൽ കൂടുതൽ ബലമുള്ള ആളാണ്. ഭഗവാനോട് കൈകൊണ്ട് മരിക്കാനുള്ള ഒരു ഭാഗ്യമില്ലാത്ത ആളാണ്. അതുകൊണ്ട് ആ കാളയവനെ വിളിച്ചുകൊണ്ട് ഭഗവാൻ മുച്ചുകുന്ദൻ്റെ ഗുഹയിൽ പോയി മറഞ്ഞു. അവിടെ മുച്ചുകുന്ദൻ കിടന്നുറങ്ങുന്നു. മുച്ചുകുന്ദനെ മുകുന്ദൻ വിചാരിച്ച് കാലുകൊണ്ട് ചവിട്ടി. അപ്പോൾ മുച്ചുകുന്ദൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഈ കാളയവനൻ ഭസ്മമായി തീരുന്നു. പിന്നെ ഭഗവാനോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? ആരെന്ന് ചോദിച്ച ശേഷം തന്നെ പിന്നെ ഓർമ്മ വന്നു, ഗർഗവാക്യം അനുസ്മരണ്. തൻ്റെ ഗുരുനാഥൻ പറഞ്ഞില്ലേ, നീ ഉറങ്ങിയാലും ഉണർത്താൻ ഒരാളുമായി ഭഗവാൻ വന്ന് നിന്നെ ഉണർത്തി അനുഗ്രഹിക്കും. ഈ മുച്ചുകുന്ദനക്ക് കിട്ടിയ പോലെ ഗുരുനാഥൻ നമുക്ക് കിട്ടിയാൽ നന്നായി. കാരണം മുച്ചുകുന്ദൻ ഗർഗാചാര്യനോട് ചോദിച്ചു, ഞാൻ ഭഗവാനെ കാണാൻ എന്ത് ചെയ്യണം? അദ്ദേഹം കിടന്ന് ഉറങ്ങിക്കോളും, ഭഗവാൻ എനിക്ക് ദർശനം തരും. അങ്ങനെ കിടന്ന് ഉറങ്ങിക്കോളും പറഞ്ഞിട്ടാണ് ഇദ്ദേഹം ഉറങ്ങി കിടക്കുന്നു. പിന്നെ ഉണർത്താൻ ആളുമായി വന്നാണ് ഭഗവാൻ അയാൾക്ക് ദർശനം കൊടുക്കുന്നു. പിന്നെ മുച്ചുകുന്ദൻ്റെ ഗംഭീര സ്തുതി ഇവിടെ വർണ്ണിക്കുന്നുണ്ട്. ഭഗവാനെ എനിക്ക് ഞാൻ പാദസേവ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, എനിക്ക് പാദസേവ ചെയ്യണമെങ്കിൽ ബദരികാശ്രമത്തിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞ് ബദരികാശ്രമത്തിലേക്ക് പറഞ്ഞു വിട്ടു. പിന്നെ രേവതി എന്ന പേരുള്ള പെൺകുട്ടിക്കും ബലരാമസ്വാമിക്കും വിവാഹം നടന്ന കഥയും വർണ്ണിച്ചുകൊണ്ടാണ് നിർത്തുന്നു. പിന്നെ കൃഷ്ണൻ്റെ രുക്മിണി കല്യാണം ചുരുക്കി വർണ്ണിച്ചപ്പോഴാണ് പരീക്ഷിത്ത് വിസ്തരിച്ച് പറയാൻ ചോദിക്കുന്നു.